അറിഞ്ഞില്ല കൂട്ടുകാരെ, BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ദേവൻ എന്ന നടൻ രാജിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് കുറേ വാക്കുകൾ ദേവൻ അത് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഇല്ലേ, അത് പറയുന്ന വാക്കുകൾ എന്താണ്? നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏതൊരാൾക്കും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകാനുള്ള അത് വ്യക്തിപരമായിട്ടുള്ള ഒരിതാണ്. അതിലേക്ക് ഒരാളും കൈകടത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ പോയ ഒരു നടനാണ് ദേവൻ. ഈ ദേവന് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു, രാഷ്ട്രീയപരമായിട്ടല്ല. ദേവനെ ഇഷ്ടപ്പെടുന്നത് നല്ലൊരു നടനാണ്, നല്ലൊരു കലാകാരനാണ്, നല്ലൊരു ഗ്ലാമറുള്ളൊരു നടനുമായിരുന്നു. പക്ഷെ ആ ദേവന് BJPക്ക് പോയിട്ടാകുമ്പോണ്ടല്ലോ ഒരുപാട് പേര് പുച്ഛിച്ച്, ഒരുപാട് പേര് എതിർത്ത്, ഒരുപാട് പേര് അത് നിങ്ങൾ അതിലേക്ക് ചവിട്ടിയെന്നല്ല പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ദേവൻ ഇന്ന് പുറത്ത് വന്നതിന് ശേഷം ചില വാക്കുകൾ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് ഏതൊരാൾക്കും ഏതൊരു രാഷ്ട്രീയത്തിലേക്ക് വേണമെങ്കിലും പോവാം. BJPയിലായിക്കോട്ടെ, കോൺഗ്രസിലായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആയിക്കോട്ടെ. അത് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ്. പക്ഷേ ഈ BJPയിലേക്ക് പോയിട്ട് പുറത്ത് വന്നതിന് ശേഷം ഈ ദേവൻ പറയുന്ന ചില വാക്കുകൾ ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടതാണ് കേട്ടോ. എന്താണെന്നല്ലേ കേൾക്കുക, ആ വാക്കുകൾ എന്താണെന്ന്. പക്ഷെ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഇല്ലേ, നമ്മൾ എന്ത് മനസ്സിലാക്കി? അതിന് മനസ്സിലാക്കാൻ ഒരുപാടുണ്ട് കേട്ടോ. ഈ ദേവൻ്റെ ഈ വാക്കുകളിൽ മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മതത്തിനെ പറ്റിയിട്ടാണെങ്കിലും പ്രവാചകന്മാരെ പറ്റിയിട്ടാണെങ്കിലും കേൾക്കാം ആ ന്യൂസിലേക്ക്. ഞാൻ സുരേഷ് ഗോപി വഴിയല്ല ഈ BJPയിൽ വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ആൻസറബിൾ അല്ല. ഇപ്പൊ ആര് വന്ന് പറഞ്ഞാലും ഞാൻ എടുത്തത് മാറില്ല. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ വന്നു, അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. BJPയുമായി യോജിച്ചാണോ അദ്ദേഹം പ്രവർത്തിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, സുരേഷ് ഗോപി അടക്കം വിളിച്ചിട്ടുണ്ടാവില്ല ഈ സമയം കൊണ്ട് തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നോ ആവശ്യപ്പെട്ടുകൊണ്ട്. അദ്ദേഹത്തെ കൂടി കമ്പയർ ചെയ്ത് ഈ പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ എന്താ തോന്നുന്നു? അല്ല സുരേഷ് ഗോപി വഴിയല്ലല്ലോ ഞാൻ വന്നത്. ഞാൻ സുരേഷ് ഗോപി വഴിയല്ല ഈ BJPയിൽ വന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ ആൻസറബിൾ അല്ല. അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു, ഇനി അതിനകത്ത് ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി തന്നെ പറഞ്ഞു, അല്ല നമുക്കൊന്ന് ആലോചിക്കാം, നമുക്കൊന്ന് ചെയ്യാൻ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനിയൊരു ആലോചനയ്ക്കുള്ള സ്പേസ് എനിക്കില്ല. ഇനിയിപ്പോ ആര് വന്ന് പറഞ്ഞാലും ഞാൻ എടുത്തത് മാറില്ല. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് എൻ്റെ ചിന്ത, എൻ്റെ ഒരു വേറിട്ടൊരു രാഷ്ട്രീയമാണ്, മനസ്സിലായില്ലേ? അതായത് മതങ്ങളിലും ഒന്നാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ജാതി മതങ്ങളൊന്നും പാടില്ല, രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ പാടില്ല, സ്നേഹം വേണം എന്ന് പറയുന്ന ഈ മുഹമ്മദ് നബി പോലെയുള്ള വലിയ വലിയ പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചുള്ള പല കാര്യങ്ങളുണ്ട്. യേശു ക്രിസ്തു പഠിപ്പിച്ചുള്ള കാര്യങ്ങളുണ്ട്, ശ്രീകൃഷ്ണൻ പഠിപ്പിച്ചുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മറന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിനൊക്കെ ഞാൻ എതിരാണ്. അത് എതിർത്തിട്ടുണ്ട്, ഓപ്പണായിട്ട് എതിർത്തിട്ട്. എൻ്റെ ഈ സുരക്ഷ എന്തായാലും ശരി, അതിനൊക്കെ ഞാൻ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ തുടരുമോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ രാഷ്ട്രീയക്കാരനാണ്. അപ്പൊ എൻ്റെ ഒരു പാർട്ടി അവിടെ നിലവിലുണ്ട്. അത് ഡിസോൾവ് ചെയ്തിട്ട് കേരള പീപ്പിൾസ് പാർട്ടി 2004 തുടങ്ങിയതാണ്. 2004 തുടങ്ങിയ എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി 2021 BJP ചേരാൻ വേണ്ടിയിട്ട് ഡിസോൾവ് ചെയ്തു. അന്ന് എനിക്ക് 14,000 അംഗങ്ങളുണ്ടായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ചെറുതാണെങ്കിൽ വളരെ സ്ട്രോങ് ആയ പാർട്ടി. ആ പാർട്ടിയുടെ പ്രവർത്തനം വീണ്ടും ആക്കി കഴിഞ്ഞു. കാരണം ഞാൻ പറഞ്ഞത് 2 മാസം മുമ്പ് ഞാൻ എല്ലാവരും വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഞാനത് അനൗൺസ് ചെയ്തത്. ദീർഘകാലം ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് പിന്നെ തീർച്ചയായിട്ടും. അല്ലാണ്ട് ഒരു എടുത്തു ചായതല്ല. അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞല്ലോ, കോൺഗ്രസിനൊപ്പം തുടരുമോ, അല്ലെങ്കിൽ കോൺഗ്രസുമായി യോജിച്ച് പ്രവർത്തിക്കും? ഇല്ലല്ലോ, കോൺഗ്രസിൽ എനിക്ക് വിശ്വാസമില്ല, കമ്മ്യൂണിസത്തിൽ എനിക്ക് വിശ്വാസമില്ല. അതല്ലേ പ്രശ്നം. അത് എന്നെ പിന്നെ നാണക്കേടാക്കുന്ന സംഗതിയാണ്. VDJസിൽ ഞാൻ ചേരില്ലല്ലോ. ഞാനൊരു ജാതിയിൽ വിശ്വസിക്കാത്ത മനുഷ്യനാണ്, മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് നല്ല സൗഹൃദത്തോടുകൂടി സ്നേഹബന്ധം മാത്രമാണ് എൻ്റെ, അല്ലാണ്ട് വേറൊരു BDJs. ഞാനിത് എന്തുകൊണ്ടാണ് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ? ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും
ജാതി പാർട്ടിയോ അല്ലെങ്കിൽ മതപാർട്ടികളാണ്. ഒരു പാർട്ടി നിങ്ങൾ പറയും, ഇന്ത്യയിൽ നിലവിലുള്ള ഒരു പാർട്ടി, ജാതിയുമല്ല മതമല്ലാത്ത ഒരു പാർട്ടി നിങ്ങൾ പറയും, പാർട്ടി പേര് പറയും. എല്ലാ പാർട്ടികളിലും മതമുണ്ട്, ജാതിയുണ്ട്. എന്റെ പാർട്ടിയിൽ ഇതൊന്നുമില്ല. ഒരു കാര്യം കൂടി, ഇത്രയും വലിയ ശക്തരായുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുന്ന കേരളം പോലൊരു സ്ഥലത്ത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും മറ്റു കക്ഷികളൊക്കെ ആണെങ്കിലും വളരെ ജനകീയ അടിത്തറയുള്ള സംവിധാനമുള്ള ഈ ഒരു സംസ്ഥാനത്ത് താങ്കളുടെ കേരള പീപ്പിൾസ് പാർട്ടിക്ക് ഒരു തവണ വന്ന് പ്രഖ്യാപിക്കപ്പെട്ട് അത് BJP ലയിച്ചു പോയ ഒരു പാർട്ടിയാണ്. വീണ്ടും പുനരുജ്ജീവിക്കുമ്പോൾ ഏത് നിലയിൽ പ്രവർത്തിക്കാൻ കഴിയും? അതിനൊരു മുന്നോട്ട് പോക്ക് ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഞാൻ 2004 ഈ പൊളിറ്റിക്കൽ പാർട്ടി തുടങ്ങിയ ദേവനല്ല ഇന്ന്. ഞാൻ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. എന്താണ് പൊളിറ്റിക്സ്, എന്താണ്, അപ്പൊ ജനങ്ങളുടെ എന്താണ് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് വന്ന ആളാണ്. പിന്നെ അതിന് ഏറ്റവും വലിയ, കാരണം ഇവിടെ ശക്തമായ പൊളിറ്റിക്കൽ പാർട്ടികൾ ഇവിടെ ഉണ്ടാകും, നല്ലതാണത്. പക്ഷെ ഈ ശക്തമായ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഓരോ ഇലക്ഷനിലും ശക്തിയില്ലാത്ത ഈ വലിയ വലിയ ഈ മാർക്സിസ്റ്റ് പാർട്ടി ശക്തമാണെന്ന് പറയുന്നു, കോൺഗ്രസ് പാർട്ടി ശക്തമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവർ തോൽക്കുന്നത്? ഓരോ ടൈമിലും മാറി മാറി വരുന്നത് എന്തുകൊണ്ടാണ്? ആ ശക്തിയല്ല, ജനങ്ങളാ. നിങ്ങൾ കേട്ടില്ലേ ഈ ഒരു ഇന്റർവ്യൂ? കാരണം വെച്ചാല് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലുള്ള വലിയ കുറേ പ്രവാചകന്മാർ, യേശുക്രിസ്തുവിനെ പോലെയുള്ളത്, അതേപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ പോലെയുള്ളത്, അങ്ങനെയുള്ളവരുടെ എല്ലാം വാക്കുകൾ നമ്മൾ പഠിക്കാനുള്ളതും ഇതാക്കാനും ചെയ്യാനുള്ളതും എന്നാണ് പറയുന്ന ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഇല്ലേ, എന്ത് നിങ്ങൾക്ക് അതിൽ കൂടി മനസ്സിലായി? അത് BJP രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു വന്ന ഒരുപാട് കാലം അല്ലെങ്കിലും കുറച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ദേവൻ. ആ ദേവന്റെ വാക്കുകളിൽ നിന്ന് നമ്മളൊരുപാട് മനസ്സിലാക്കാനുണ്ട്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും ഏതൊരാൾക്കും പ്രവർത്തിക്കാനുള്ള ഇത് ഉണ്ട്. പക്ഷെ ആ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പോയി പ്രവർത്തിച്ച് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ദേവൻ പറയുന്ന വാക്കുകൾ, പിന്നെ മൂപ്പർക്ക് തന്നെ ഒരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടി ഉണ്ട്, അത് ഇതാക്കിയിട്ടാണ് ലയിച്ചിട്ടാണ് BJPയിൽ പോയിരുന്നതെന്നും പറയുന്നുണ്ട്. വീണ്ടും അതേ പാർട്ടി തന്നെ തിരിച്ച് കേരളത്തിൽ കൊണ്ടുവരുമെന്ന് നമ്മളിന്ന് കാണുന്നതാണ്. തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഒന്നുമല്ലാതെ ഒരു സിനിമ നടന്മായിട്ട് ഒരു പാർട്ടിയിൽ ഇതാക്കാണ്ടാണ് വിജയിച്ചിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അതില്ല. എന്തുകൊണ്ട്? നമ്മുടെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ഒരു പ്രാവശ്യം ഭരിക്കും, അത് കഴിഞ്ഞിട്ടായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കും. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണുള്ളത്. പക്ഷെ അതിനു വേണ്ടിയിട്ട് അതിനെതിരായിട്ടായിരിക്കും ദേവൻ ഒരു ദിവസമെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തനിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ട് ഉയരുമെന്ന ഒരു ചിന്താഗതിയും, ഞാൻ നിന്നാൽ മത്സരിച്ചാൽ വിജയിക്കുമെന്നുള്ളൊരു ചിന്താഗതിയും കൊണ്ടായിരിക്കാം ദേവൻ ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ ദേവൻ വന്നിട്ട് ആ പറയുന്ന വാക്കുകൾ എന്തെന്നറിയോ? എനിക്ക് മതമില്ല, രാഷ്ട്രീയ വൈരാഗ്യമില്ല. പിന്നെ ഒന്നും മനസ്സിലാക്കാനുണ്ടല്ലേ, ഏതൊരാൾ ഫസ്റ്റ് വരുമ്പോൾ അങ്ങനെയാന്ന് പറയല്. ഇതിനു മുമ്പ് 2020 എന്ന പാർട്ടി വന്നിട്ട് വരുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, എനിക്ക് മതമില്ല, രാഷ്ട്രീയ വൈരാഗ്യമില്ല, അങ്ങനെയില്ല. എന്നിട്ടായിട്ട് നേരെ BJPയിൽ പോയിട്ട് ലയിച്ച്. ചിലവർക്കെന്ന് വെച്ചാൽ അധികാരവും സമ്പത്തും ആഗ്രഹിച്ചു വരുന്നവരുണ്ട്. ചില ആളുകൾ എന്ന് വെച്ചാൽ എന്നിരുന്നാലും ദേവന് ജനങ്ങളെ സേവിക്കാനുള്ള, ജനങ്ങൾക്ക് നല്ലൊരു നേതാവായിട്ട് നമ്മുടെ കേരളത്തിൽ വരട്ടെ എന്ന് നമ്മൾക്ക് എല്ലാവർക്കും ആശംസകൾ നൽകാം അല്ലേ.